ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. താമരയോടുള്ള കേരളത്തിന്റെ അലർജി മാറിയെന്ന് കെ മുരളീധരൻ. സുരേഷ് ഗോപി ജയിച്ചത് സിനിമാക്കാരനായതുകൊണ്ടല്ലെന്നും അതിനൊരു തീരുമാനമായി പറഞ്ഞു. രാജു ചന്ദ്രശേഖർ നേരത്തെ രംഗത്തിറങ്ങിയിരുന്നുവെങ്കിൽ സ്ഥിതി മാറുമായിരുന്നുവെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. അങ്ങനെയൊക്കെ വഴിയില്ല. ഇപ്പൊ തൃശ്ശൂര് മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഒരു കാര്യം മനസ്സിലായി. ഒരു വിഭാഗം എന്ത് പറ്റി രമണ? ഒരു മതവിഭാഗം ഒഴികെ എല്ലാവരും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് താമരയിൽ നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ പറയാൻ കുത്തിയിട്ടുണ്ട്. ഈ ചിഹ്നത്തിനോടുള്ള ഒരു അലർജി കേരളത്തിൽ മാറിയെന്ന് താമര വിരിയുമെന്ന ആവേശത്തിലാണ് BJP. അപ്പൊ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ, 8 മണി കഴിഞ്ഞാൽ വാടും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്നും നാളെയൊക്കെ ഞങ്ങളുടെ പാർട്ടി ക്യാമ്പ് നടക്കുകയാണ്. വിജയിച്ച ഞങ്ങൾ പോലും വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കളി പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളും മുന്നോട്ട് നീങ്ങുന്നത്. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയോടാം. ഫ്ലോ പോയി, ഞാൻ നിർത്തുന്നു. That's all. Stone cold killer, 35 fresh bitch, ain't nobody realer. Slow